എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 279 ഒന്നാമത്തെ ചോദ്യമാണ് നമ്മൾ ചെയ്ത് നിർത്തിയത് അല്ലേ. ഇനി നമുക്കതിൽ രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇവിടെ നോക്കിയാൽ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിളിൽ 2025 അല്ല ജൂൺ മാസത്തിലെ ഒരാഴ്ച, ആ ആഴ്ച കേരളത്തിലെ വിവിധ ജില്ലകളിൽ പെയ്ത മഴയുടെ അളവുകളാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ. ജില്ലകളുടെ എല്ലാ ജില്ലകളുടെയും പേര് തന്നിട്ടുണ്ട്, അവിടെ പെയ്ത മഴയുടെ അളവുകൾ നമുക്ക് തന്നിട്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ദി മീൻ ആൻഡ് മീഡിയൻ റെയിൻഫോൾ ഇൻ കേരള ഡ്യൂറിംഗ് ദിസ് വീക്ക് അല്ലെ. അപ്പൊ ആ ആഴ്ചയിൽ കേരളത്തിൽ പെയ്ത മഴയുടെ മാധ്യവും മധ്യമവും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് മാധ്യം അല്ലെ, മാധ്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മീൻ. മീൻ മീൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്കറിയാം അല്ലെ, എല്ലാം കൂടി ആഡ് ചെയ്യുക, അങ്ങനെ എത്ര നമ്പർ ഉണ്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെ. അതായത് സം ബൈ n, എത്ര നമ്പർ ഉണ്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പം ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു, ഈ ചാപ്റ്ററിൽ നമുക്ക് 7 മാർക്കിൻ്റെ ചോദ്യമാണ് ചോദിക്കുക, ഒരു 5 മാർക്കിൻ്റെ ചോദ്യം, പിന്നെ ഒരു 2 മാർക്കിൻ്റെ ചോദ്യം അല്ലേ. അപ്പോൾ അത് കിട്ടാൻ വളരെ എളുപ്പമാണ്. എന്തറിഞ്ഞാൽ മതി? അത്യാവശ്യം ഒന്ന് കൂട്ടുന്ന കാര്യങ്ങൾ തെറ്റാതെ കൂട്ടുക, അതുപോലെ തന്നെ ഗുണിക്കുക, അതുപോലെ തന്നെ ഒന്ന് ഹരിക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ചാപ്റ്ററിൽ 7 മാർക്കും കിട്ടും. അപ്പോൾ ഇവിടെ നോക്കിയേ, സമ്മ് കാണാം അല്ലേ. അപ്പോൾ നമ്മൾ തെറ്റാതെ ഒന്ന് കൂട്ടണം അല്ലേ, എല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് കൂട്ടി നോക്കാം അല്ലേ. അപ്പോൾ 7 അല്ലേ, 7 4 11, 11 19, 19 25, 25 7 32, 32 4 36 അല്ലേ, 36 41, 42, 47, 53, 54 5 59 അല്ലേ, 59ന് 9, ബാക്കി 5. ഓക്കെ, ഇനി 5ഉം 8ഉം അല്ലെ, 13, 13ഉം 9ഉം 22ഉം 4ഉം 26ഉം 2 28, 30, 35, 41, 44, 53, 56, 59, 68, 7, 75 അല്ലേ. അപ്പൊ 75ന് 5. അപ്പൊ ഇവിടത്തേക്ക് പോയിന്റ് ഉണ്ട്. അപ്പൊ പോയിന്റ് കൃത്യം ചെയ്ത് പോയിന്റ് ഇട്ട് കൊടുത്തു കണ്ടോ. അത് കഴിഞ്ഞാൽ നമുക്ക് 75 കിട്ടി, 5 ബാക്കി എത്രയാണ്? ബാക്കി 7 അല്ലേ. അപ്പൊ 7ഉം 8ഉം 15ഉം 7ഉം 22ഉം 7ഉം 29 അല്ലെ, 29, 33, 36, 42, 49, 55, 60, 64, 73, 76, 79 അല്ലെ. 79ന് 9, ബാക്കി 7, 7ഉം 1ഉം 8 അല്ലെ, 8. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 895.9 കിട്ടി. അപ്പൊ നമുക്കിവിടെ സം അല്ലെ, സം എത്ര കിട്ടി? 895.9 ബൈ അല്ലെ, എത്ര ജില്ലകളുണ്ട്? നമുക്കറിയാം 14 അല്ലേ. ഒന്ന് നോക്കി, 1 2 3 4 5 6 7 8 9 10 11 12 13 14 ബൈ 14. ഇതാണ് നമ്മുടെ മീൻ. ഇവിടെ നോക്കിയാൽ ഇനി ചെറിയ പണി ഇവിടെ വരുന്നുണ്ട് അല്ലേ. അതായത് ഇവിടെ നമുക്ക് ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം നോക്കിയാൽ ഇവിടെ 2 ഡിജിറ്റ് അല്ലേ. അപ്പം നമുക്ക് നോക്കിയാൽ ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം നമുക്കിപ്പോൾ 14 2 കൊണ്ട് ഡിവൈഡ് നമുക്ക് 7 കിട്ടിയാലോ, 7 കിട്ടി അല്ലേ. അപ്പം ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കിയാൽ ആദ്യം 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടി? 4 കിട്ടി അല്ലേ. ബാക്കി 9നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? 4 അല്ലേ. 4 × 2 8 ആണ് അല്ലേ. ബാക്കി ഇവിടെ 1 ഉണ്ട്. അപ്പോൾ 1 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. അപ്പോൾ 15 ആയി. അപ്പോൾ 15ന് നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 7 അല്ലേ. 7 × 2 14 അല്ലേ. ബാക്കി ഇവിടെ 1 ഉണ്ട് അല്ലേ, 1 ഉണ്ട്. ഇനി ഇവിടെ പോയിന്റ് ആണ്, അപ്പോൾ പോയിന്റ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ ബാക്കി 19 അല്ലേ. അപ്പോൾ 19 അല്ലേ, 19ന് നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 9 അല്ലേ. 9 × 2 18. അപ്പോൾ 18 കഴിച്ചിട്ട് ബാക്കി ഇവിടെ 1 കൂടി ഉണ്ട് അല്ലേ. അപ്പോൾ ഒരു 0 കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ 10ൽ 5 പ്രാവശ്യം അല്ലേ, 2 5 പ്രാവശ്യം. അപ്പോൾ നമുക്ക് നോക്കിയാൽ എന്ത് കിട്ടി? 447.95 ബൈ 7 കിട്ടി അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് 447.95നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, വേറെ നിവൃത്തിയൊന്നും ഇല്ല അല്ലേ. അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 447.95 ഹരിക്കണം എത്രയാ? 7. അപ്പോൾ 4 പോലെ 47 അല്ലേ. 7 6 42, 6 പ്രാവശ്യം അല്ലേ. 6 × 7 42, മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടി. ഇനി അടുത്ത 7 നമ്മൾ ഇറക്കിയിട്ട് കൊടുത്തു. ഇനി 27 എത്ര 7 ഉണ്ട്? 3 അല്ലേ. 3 × 7 21 അല്ലേ. ബാക്കി മൈനസ് ചെയ്യുമ്പോൾ 6 കിട്ടി. ഇനി നമുക്ക് 9 ഇറക്കിട്ടു അല്ലേ. അപ്പോൾ 6 കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ ഇവിടെ ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമുക്ക് പോയിന്റ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ പോയിന്റ് ഇവിടെ ഇട്ട് കൊടുത്തു. അതിനുശേഷം 9 നമ്മൾ ഇറക്കിട്ടു. ഇനി 69ൽ എത്രയാണ്? 9 അല്ലേ. 9 × 7 63. അപ്പോൾ ഇനി മൈനസ് ചെയ്യുമ്പോൾ എത്ര വന്നു? 6 വന്നു. ഇനി ഇവിടെ 5 ഉണ്ട്, 5 ഇറക്കിട്ട് കൊടുത്തു. ഇനി 65ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 9 പ്രാവശ്യം തന്നെ അല്ലേ. 9 × 7 63. ഓക്കെ, ഇത്ര മതി അല്ലേ. നമ്മൾ പോയിന്റ് കഴിഞ്ഞാൽ 2 ഡിജിറ്റ് എടുത്തില്ലേ, അത് മതി. അപ്പോൾ തൽക്കാലം നമുക്ക് എന്ത് എഴുതാം? = 63
0.99. അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് മീൻ കിട്ടി. ഇനി എന്ത് കണ്ടുപിടിക്കണം? മീഡിയൻ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ മീഡിയൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നമുക്ക് തന്നിട്ടുള്ളതിന് എന്ത് ചെയ്യാം? ഓർഡറിൽ എഴുതണം അല്ലേ? ആദ്യം ചെറുത് വലുത് വലുത് അങ്ങനെ കൃത്യമായിട്ട് തെറ്റാതെ ആദ്യം നമുക്ക് ഇതിനങ്ങോട്ട് എഴുതാം. അപ്പോൾ നമുക്കിനി മീഡിയൻ. അപ്പോൾ ആദ്യം നോക്കിയേ, ഏറ്റവും ചെറുത് അല്ലേ? ഇവിടെ 8 7 7 4 3 പിന്നെ 6 7 6 5 4 9 3 3 അല്ലേ? അല്ലെ 3 വെച്ച് തുടങ്ങുന്നത് നോക്കിയേ. അതിൽ നോക്കിയാൽ 35 ഉണ്ട് അല്ലേ? 35 ഉണ്ട്, പിന്നുള്ളത് 39 37. അപ്പോൾ നമുക്ക് ആദ്യം 35.7 എഴുതി. അപ്പോൾ ഇത് തെറ്റരുത് 35.7 നമ്മൾ ആദ്യം എഴുതി. അടുത്തത് നമുക്ക് 37.5 അടുത്തത് 39 അല്ലേ? 39. അപ്പോൾ എഴുതണ എന്ത് ചെയ്യുക? നമ്മൾ ടിക്ക് ഇട്ട് പോവുക. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ആ കൺഫ്യൂഷൻ വരും. അപ്പോൾ ഇത് എഴുതി അല്ലേ? 30 എല്ലാം കഴിഞ്ഞു അല്ലേ? 3 മുൻ തുടങ്ങുന്നത് കഴിഞ്ഞു. ഇനി നമുക്ക് 4 നോക്കാം. 4 നോക്കിയേ, 4 മുൻ തുടങ്ങുന്നത് 42 ഉണ്ട് ഇവിടെ, പിന്നെ 43 ആണ് അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് 42.6 എഴുതി, 42.6 എഴുതിയിട്ട് 43.6 എഴുതാം. അപ്പോൾ 42.6 എഴുതി 43.6 എഴുതി. അപ്പോൾ 4 കൊണ്ടുള്ളിൽ കഴിഞ്ഞു അല്ലേ? ഇനി നമുക്ക് 5 നോക്കിയേ. 5 ഉണ്ടോ? 50.5. ഇനി വേറെ ഒന്നുമില്ല അല്ലേ? അപ്പോൾ നമുക്ക് 50.5 എഴുതി, 50.5. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി 60 6 വെച്ച് തുടങ്ങുന്നത് നോക്കിയേ. ഇവിടെ 66.4 ഉണ്ട്, പിന്നെ 69 ഉണ്ട് അല്ലേ? അപ്പോൾ 2 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം 66.4 എഴുതിയിട്ട് 69.1 എഴുതാം. അപ്പോൾ 66.4 എഴുതിയിട്ട് 69.1 എഴുതി. ഇനി 6 കഴിഞ്ഞു അല്ലേ? ഇനി നമുക്ക് 7 നോക്കിയാൽ 7 74 72 73 അല്ലേ? അപ്പോൾ അതിലേതാദ്യം എഴുതണം? 72 ഉണ്ട് ഇവിടെ. അപ്പോൾ ആദ്യം 72 എഴുതി, 72 എഴുതിയിട്ട് പിന്നെ 73.5, അടുത്തത് 74.8 അല്ലേ? അപ്പോൾ 74.8 എഴുതി, 72 എഴുതി, 73.5 എഴുതി. ഇനി നമുക്ക് നോക്കിയാൽ 8 മുതൽ തുടങ്ങണം നോക്കാം അല്ലേ? 8 നോക്കിയാൽ 89 ഉണ്ട് ഇവിടെ, പിന്നെ 8 മുതൽ തുടങ്ങുന്നത് വേറെ ആരും ഇല്ല അല്ലേ? അപ്പോൾ നമുക്ക് 89 മാത്രമേ ഉള്ളൂ. അപ്പോൾ 89.4 അത് എഴുതി. 8 കഴിഞ്ഞു. ഇനി നമുക്ക് 9 നോക്കിയേ. 9 ആരെങ്കിലും ഉണ്ടോ? ഒരാളുണ്ട് അല്ലേ? 93.1. അപ്പോൾ നമുക്ക് 93.1 എഴുതി. അത് കഴിഞ്ഞു. ഇനി 9 കഴിഞ്ഞ് അല്ല 10 10 അല്ലേ? 108.7. അപ്പോൾ 108.7. അപ്പോൾ എഴുതി കഴിഞ്ഞാൽ എല്ലാം ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ? അതായത് എത്ര എണ്ണം ഉണ്ട്? 14 എണ്ണം ഉണ്ടോ എന്ന് നോക്കാം. 2 4 6 8 10 12 14. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് മീഡിയൻ കാണുക എന്ത് വേണം? ഇതിലെ നടുവിലുള്ളതിനെ നമ്മൾ സെലക്ട് ചെയ്യണം അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയാൽ എത്ര എണ്ണം ഉണ്ട്? 14 എണ്ണം ഉണ്ട് അല്ലേ? 14 എണ്ണം വരുമ്പോൾ ഈവൺ നമ്പർ ആണ്. ഈവൺ നമ്പർ ആകുമ്പോൾ 14 എന്ന് പറയുമ്പോൾ നടുവിൽ എത്ര എണ്ണം വരും? 2 എണ്ണം വരും അല്ലേ? 2 നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാൽ 2 എണ്ണം വരും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് 2 എണ്ണം ഏതൊക്കെയാണെന്ന് ഇങ്ങനെ കണ്ടുപിടിക്കാം. ഒന്നുകിൽ ഇങ്ങനെ നോക്കി നടുവിൽ 2 എണ്ണം വരും അല്ലേ? അത് സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നോക്കിയാൽ എന്ത് ചെയ്താൽ മതി? ഈവൺ നമ്പർ ആണെങ്കിൽ അല്ലേ? ഇരട്ട സംഖ്യ ആണെങ്കിൽ, ഇതിപ്പോൾ ഇരട്ട സംഖ്യയാണ് 14 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് n/2 അല്ലേ? ഒരെണ്ണം n/2 ആയിരിക്കും. അടുത്തെന്താണ്? n/2 അതിൻ്റെ കൂടെ 1 കൂടി കൂട്ടുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ n എന്ന് പറഞ്ഞാൽ ഇവിടെ 14 ആണ്. അപ്പോൾ 14/2 അല്ലേ? അപ്പോൾ 14/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 അല്ലേ? അപ്പോൾ 14/2 എന്ന് പറഞ്ഞാൽ 7. അടുത്തത് n/2ൻ്റെ കൂടെ 1 കൂട്ടണം അല്ലേ? അതായത് n/2 നമുക്ക് എത്ര കിട്ടി? 7 കിട്ടി. അതിൻ്റെ കൂടെ 1 കൂട്ടണം. അപ്പോൾ 7 + 1 = 8. അപ്പോൾ ആദ്യം നമ്മൾ n/2 കണ്ടുപിടിക്കുക. n/2 കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? നമ്മൾ 1 കൂടി ആഡ് ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പോൾ 7 കിട്ടിക്കഴിഞ്ഞാൽ 7ൻ്റെ കൂടെ 1 ആഡ് ചെയ്തു, 8 അല്ലേ? അപ്പോൾ 7ാമത്തതും 8ാമത്തതും ഇതായിരിക്കും നമ്മൾ മിഡിൽ വരിക. അതല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കി നടുവിൽ വരുന്നത് കണ്ടുപിടിക്കുക അല്ലേ? അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ നോക്കിയേ, 7ഉം 8ഉം അല്ലേ? അപ്പോൾ 1 2 3 4 5 6 7 അല്ലേ? അപ്പോൾ ഇതാണ് 7, ഇതാണ് 8 അല്ലേ? അപ്പോൾ ഇത് 2 എണ്ണമാണ് വരിക. അപ്പോൾ നാം എന്ത് ചെയ്യണം? 2 എണ്ണം വന്നാൽ എന്ത് ചെയ്യണം? അതിൻ്റെ ഏവറേജ് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ അതിൻ്റെ ഏവറേജ്, അതായത് മീഡിയൻ, ഇതിൻ്റെ ഏവറേജ് അല്ലേ? അതായത് 66.4ഉം പിന്നെ ഏതും കൂടി കൂട്ടണം? 69.1. ഇവ തമ്മിൽ ആഡ് ചെയ്തിട്ട് /2 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നോക്കിയാൽ 4ഉം 1ഉം 5 അല്ലേ? 9ഉം 6ഉം 15, ബാക്കി 1ഉം 6ഉം 7ഉം 7ഉം 6ഉം 13. അപ്പോൾ നമുക്ക് 135.5 എന്ന് കിട്ടി /2 അല്ലേ? അപ്പോൾ എത്ര വരും?
രണ്ടും കൂടി ഡിവൈഡ് ചെയ്യാൻ എളുപ്പമാണ് അല്ലേ? 13 എത്ര രണ്ടുണ്ട്? 13 6 2 അല്ലേ? 6 × 2 12 ബാക്കി കൂടെ ഒന്നുണ്ട്. അപ്പോൾ 15. 15 എത്ര രണ്ടുണ്ട്? 7 × 2 14 അല്ലേ? 14 ആവുള്ളൂ. ബാക്കി കൂടെ ഒന്നുണ്ട് അല്ലേ? പിന്നെ നോക്കിയാൽ നമുക്കിവിടെ പോയിന്റാണ് വരുന്നത് അല്ലേ? ആ പോയിന്റ് വിട്ടു കൊടുത്തു. ഇനി ഇവിടെ 1 ഇവിടെ 5 അപ്പോൾ എത്ര കിട്ടി? 15. 15 എത്ര രണ്ടുണ്ട്? 7 അല്ലേ? 7 × 2 14. അപ്പോൾ 14 കഴിഞ്ഞിട്ട് ബാക്കി ഇവിടെ ഒന്നുണ്ട് അല്ലേ? അപ്പോൾ 0 ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ 10 5 2 അല്ലേ? 5 2 അപ്പോൾ 67.75. ഇനി ഇങ്ങനെ ഹരിക്കാൻ ബുദ്ധിമുട്ടുള്ള എന്ത് ചെയ്യുക? വെട്ടിക്കളയാൻ ബുദ്ധിമുട്ടുള്ള എന്ത് ചെയ്യുക? 135.5 അല്ലേ? നമ്മൾ നേരത്തെ ഡിവൈഡ് ചെയ്തില്ലേ? അതുപോലെ 2 13 എത്ര? 6 പ്രാവശ്യം 6 × 2 12. ഇനി മൈനസ് ചെയ്യുമ്പോൾ 1 അല്ലേ? 5 ആർക്ക് ഇട്ടു. ഇനി 15 എത്ര രണ്ടുണ്ട്? 7 അല്ലേ? 7 × 2 14 അല്ലേ? മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 1 കിട്ടി. ഇനി നോക്കിയാൽ ഇനി പോയിന്റ് ആണ് അല്ലേ? അപ്പോൾ ആ പോയിന്റ് ഇവിടെ ഇട്ട് കൊടുത്തു. ഇനി 5 ആർക്ക് ഇട്ടു. ഇനി 15 എത്ര രണ്ടുണ്ട്? 7 അല്ലേ? അപ്പോൾ 7 × 2 14 1 അല്ലേ? ഇനി നമുക്ക് ഒരു 0 ചേർത്ത് കൊടുത്തു. അപ്പോൾ 10 2 5 പ്രാവശ്യം. അപ്പോൾ ഏത് രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് എളുപ്പം തോന്നുന്നത് ആ രീതിയിൽ നമ്മൾ ഹരിക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ മീൻ കിട്ടി, മീഡിയനും കിട്ടി. ഇനി അതിനൊക്കെ ഒരു ചോദ്യം കൂടി ഉണ്ട് അല്ലേ? വൈ ഈസ് ദി മീൻ ലെസ് ദാൻ മീഡിയൻ? അതായത് മീഡിയനേക്കാൾ കുറവാണ് മീൻ അല്ലേ? മീഡിയനേക്കാൾ കുറവാണ് മീൻ. അതിനെന്താണ് കാരണം? ഇതാണ് ചോദ്യം. അതിനെന്താണ് കാരണം? ഇവിടെ നോക്കിയാൽ നമുക്ക് തന്നിട്ടുള്ള മഴയുടെ അളവ് നോക്കിയാൽ ഇവിടെ നോക്കിയാൽ കാസർഗോഡൊക്കെ വളരെ വലിയ മഴ കിട്ടി അല്ലേ? കാസർഗോഡുകാരൊക്കെ നല്ല സന്തോഷം ഉണ്ടാവും ഇപ്പം അല്ലേ? അത് കാണുന്നവർക്ക് നല്ല സന്തോഷം ഉണ്ടാവും. കാസർഗോഡ് കുട്ടികളൊക്കെ നന്നായിട്ട് സന്തോഷിക്കട്ടെ. 108.7 അല്ലേ മഴ കിട്ടി. അതേസമയം നമ്മുടെ പാലക്കാട്ടുകാരും നോക്കിയാൽ പാലക്കാട്ടുകാരും കൊല്ലംകാരും അതുപോലെ തന്നെ തിരുവനന്തപുരത്തുകാർക്കൊക്കെ എത്ര വളരെ കുറവ് മഴ കിട്ടിയിട്ടുള്ളൂ അല്ലേ? അതായത് 35 39 അല്ലേ? അതുപോലെ 37. അതായത് മറ്റുള്ള ജില്ലകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ 2-3 ജില്ലകൾക്ക് വളരെ കുറവ് മഴയെ കിട്ടിയിട്ടുള്ളൂ അല്ലേ? അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഏതെങ്കിലും അളവുകൾ വളരെ കുറവ് അല്ലെങ്കിൽ വളരെ കൂടുതലായി കഴിഞ്ഞാൽ എന്തായിരിക്കും? മറ്റുള്ള അളവുകളെ വെച്ച് വളരെ കൂടുതലോ അല്ലെങ്കിൽ വളരെ കുറവായി കഴിഞ്ഞാൽ ഇത് രണ്ടിലും എന്തായും വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. അതുപോലെ തന്നെ ഇവിടെ എന്താണ് സംഭവം? ചില ജില്ലകളിലെ മഴയുടെ അളവ് വളരെ കുറവാണ് നമുക്ക് കിട്ടിയത് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ദി റെയിൻഫാൾ ഇൻ സം ഡിസ്ട്രിക്ട്സ് ഈസ് വെരി മച്ച് ലെസ് ദാൻ അതേഴ്സ് അല്ലേ? അതായത് ചില ജില്ലകളിൽ കിട്ടിയ മഴയുടെ അളവ് മറ്റു ജില്ലകളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. അതുകൊണ്ടാണ് മീൻ കുറവും മീഡിയൻ കൂടുതലും ആവാൻ കാരണം. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ഇനി നമുക്കതിലെ മൂന്നാമത്തെ ചോദ്യം ഒന്ന് ചെയ്തു നോക്കാം. പ്രൂവ് ദാറ്റ് ഫോർ എ സെറ്റ് ഓഫ് നമ്പേഴ്സ് ഇൻ അരിത്മെറ്റിക് സീക്വൻസ് ദി മീൻ ആൻഡ് മീഡിയൻ ആർ ഈക്വൽ. എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? ഒരു സമാന്തര ശ്രേണി അരിത്മെറ്റിക് സീക്വൻസ്, അതിലെ കുറെ സംഖ്യകൾ, ആ സംഖ്യകൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മാധ്യമവും അതുപോലെ തന്നെ മധ്യമവും, അപ്പോൾ മാധ്യവും മധ്യമവും എന്താണ് ഈക്വൽ ആണ് നമ്മൾ പ്രൂവ് ചെയ്യണം. ഇപ്പം നമുക്ക് കഴിഞ്ഞ ചോദ്യത്തിൽ നമുക്ക് നോക്കിയാൽ 2 2 അല്ലേ? മീഡിയനും നമുക്ക് അതുപോലെ തന്നെ മീനും എന്താണ് നമുക്ക് തുല്യമല്ല അല്ലേ? പക്ഷേ നാം ഒരു അരിത്മെറ്റിക് സീക്വൻസ് എടുക്കുകയാണെങ്കിൽ അത് എത്ര സംഖ്യകൾ ഉണ്ടായാലും അല്ലെ എത്ര ടേമുകൾ ഉണ്ടായാലും അതിൻ്റെ മീനും മീഡിയനും എന്തായിരിക്കും? തുല്യമായിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ നോക്കിയാൽ നമുക്കിവിടെ എത്ര സംഖ്യ ഉണ്ടാവും? അപ്പോൾ നമുക്കറിയാം അതിലെ ടേംസ് അല്ലെ നമ്പർ ഓഫ് ടേംസ് ഓഡ് ആവാം അല്ലെങ്കിൽ ഈവൺ ആവാം അല്ലേ? ടേമുകളുടെ എണ്ണം ഒറ്റ സംഖ്യ ആണെങ്കിലും ഇത് രണ്ടും തുല്യമാണെന്ന് തെളിയിക്കണം. ഇനി അത് ഇരട്ട സംഖ്യ ഇപ്പോൾ 4 6 8 അല്ലേ? അങ്ങനെയാണെന്ന് വിചാരിക്കുക ടേമുകളുടെ എണ്ണം. അങ്ങനെയാണെങ്കിലും അതെന്തായിരിക്കും? ഈ മീനും മീഡിയനും ഈക്വൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്കത് 2 സ്റ്റെപ്പായിട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് നോക്കിയാൽ നമ്പർ ഓഫ് ടേംസ് ഓടാണെന്ന് വിചാരിക്കുക അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് ടേംസ് ഓഡ്, അതായത് ഈ സംഖ്യകളുടെ എണ്ണം ഒറ്റയാണെന്ന് വിചാരിക്കുക. അത് ഇപ്പം നമുക്ക് നോക്കിയാൽ എക്സാമ്പിൾ നമുക്ക് x1 x2 x3 3 ഉള്ളൂ അല്ലേ? ഇത് ഓഡ് നമ്പറാണ്, ഓഡ് 3 അപ്പോൾ ഇതിൻ്റെ മീൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്കറിയാം മീൻ കണ്ടുപിടിക്കണമെങ്കിൽ മീൻ എങ്ങനെ കണ്ടുപിടിക്കുക? 3 തമ്മിൽ അല്ലേ ആഡ് ചെയ്യും അല്ലേ? അപ്പോൾ x1 x2 അതുപോലെ തന്നെ x3 അല്ലേ? 3 തമ്മിൽ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? നമ്മൾ എത്ര എണ്ണം ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? എത്ര എണ്ണം ഉണ്ട് ഇവിടെ? 1 2 3. അപ്പോൾ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 3 ടേമുകൾ ഉണ്ടെങ്കിൽ അല്ലെ 3 സംഖ്യകൾ ഉണ്ടെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? ഇപ്പോൾ 4 സംഖ്യ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് 4 ഉണ്ടെങ്കിൽ x1 x2 x3 x4 ഉണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് വേണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് 3 എണ്ണമുള്ള അല്ലെങ്കിൽ 5 എണ്ണമുള്ള അതുപോലത്തെ കേസുകൾ എന്തായിരിക്കും വരാൻ നമുക്ക് ആദ്യം നോക്കാം അല്ലേ? അപ്പോൾ അതാണ് നമ്മൾ മീൻ ഈസ് ഈക്വൽ ടു x1 x2 x3 കൂടി ആഡ് ചെയ്യണം ബൈ 3 നമ്മൾ എഴുതിയത്. ഇനി നമുക്കറിയാം ഒരു അരിത്മെറ്റിക് സീക്വൻസ്. ഇപ്പോൾ നമുക്ക് x1 ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്, x1 x2 x3. അപ്പോൾ ഇതിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി?
ഇത് ഓടാണെങ്കിൽ അല്ലേ, ഇവിടെ നോക്കിയാൽ 3 ടേമുകളാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ നാം എന്ത് ചെയ്താൽ മതി അല്ലേ? നടുവിലുള്ള ടേമിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? എത്ര എണ്ണുണ്ടോ അതുകൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ? അപ്പൊ ഇതും 3ഉം തമ്മിൽ ആഡ് ചെയ്യുന്നതിന് പകരം നടുവിലെ ടേം ഇപ്പൊ x2 ആണ് അല്ലേ? അപ്പൊ x2നെ നമ്മൾ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? എത്ര ടേം ഉണ്ട്? 1 2 3 അല്ലേ? അപ്പൊ 3 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ x2 × 3 അല്ലേ? ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഉദാഹരണത്തിന് നോക്കിയാൽ ഇപ്പോൾ ഒരു അരിത്മെറ്റിക് സീക്വൻസ് ഇപ്പോൾ നമുക്ക് നോക്കിയാൽ 1 3 5 ഇത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ് അല്ലേ? സമാന്തര ശ്രേണി 2 ആഡ് ചെയ്ത് 1 അപ്പോൾ 1 3 5. അപ്പോൾ ഇതിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിന്റെ മിഡിൽ അല്ലേ? മിഡിൽ ഏതാ ഉള്ളത്? 3. അപ്പോൾ 3നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? 1 2 3 അല്ലേ? 3 ടേമുകൾ ഉണ്ട് ഇവിടെ അല്ലേ? അപ്പോൾ 3 × 3 = 9. അപ്പോൾ ടേമുകളുടെ എണ്ണം ഒറ്റയാണെങ്കിൽ മിഡിൽ ഏതൊക്കെ എടുക്കുന്നത് അതിന് നമുക്ക് എത്ര ടേമുകളുണ്ടോ അതുകൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് സമ്മ് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? x1ഉം x2ഉം x3യും കൂടി കൂട്ടണം അല്ലെ? ആഡ് ചെയ്യണം. അതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? x2 മിഡിൽ എടുക്കുന്ന x2 അല്ലേ? x2നെ നമുക്ക് 3 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ? അപ്പൊ നമുക്ക് ഇതിന് എന്തെന്ന് എഴുതാൻ പറ്റും? 3x2 അല്ലെ? 3 × x2 / 3. ഇത് നമുക്ക് നോക്കിയാൽ ഈ 3 ക്യാൻസൽ ചെയ്താൽ ബാക്കി എന്ത് കിട്ടി? x2 എന്ന് കിട്ടി. അപ്പൊ നമ്പർ ഓഫ് ടേംസ് അല്ലെ? ഓഡ് നമ്പർ ആണെങ്കിൽ ഇതിന്റെ മീൻ എന്താണ് വരുന്നത് നമുക്ക് അല്ലെ? അതായത് 3 ടേമുകൾ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ മീൻ നമുക്ക് കിട്ടുക x2 ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ മീഡിയൻ കണ്ടുപിടിക്കണം അല്ലെ? ഇതിന്റെ മീഡിയൻ അതായത് 3 ടേമുകൾ ഉണ്ടെങ്കിൽ മീഡിയൻ എന്തായിരിക്കും? നമുക്കറിയാം ഇതിനെ ഓർഡറിൽ എഴുതിയിട്ട് നടുവിലുള്ളതായിരിക്കും മീഡിയൻ വരെ അല്ലെ? ഇതിനെ ഓർഡറിൽ അതായത് x1 x2 x3 എന്ന് എഴുതി ഓർഡറിൽ എഴുതി. ഇത് കഴിഞ്ഞാൽ നടുവിൽ ഏതാ വരുന്നത്? x2 ആണ് വരുന്നത് അല്ലെ? അപ്പൊ മീഡിയൻ എന്താണ്? x2 അല്ലെ? അപ്പൊ ഇവിടെ നോക്കിയേ, ഓഡ് നമ്പർ ആണെങ്കിൽ മീനും മീഡിയനും ഈക്വൽ ആണ് നമുക്ക് കിട്ടി. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമുക്ക് നമ്പർ ഓഫ് ടേംസ് ഈവൺ ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് നോക്കിയാൽ നമ്പർ ഓഫ് ടേംസ് ഈവൺ ആണ്, ഇരട്ട സംഖ്യ. അപ്പൊ നമുക്കിവിടെ 4 എണ്ണം കൊടുക്കാം അല്ലെ? അപ്പൊ x1 x2 x3 x4 4 ടേമുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ മീൻ എന്തായിരിക്കും? മീൻ എപ്പോഴും മീൻ എന്തായിരിക്കും? എല്ലാം തമ്മിൽ കൂട്ടിയിട്ട് എത്ര എണ്ണം ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യല്ലേ? അതിലൊരു വ്യത്യാസവും ഇല്ല. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാൽ x1 + x2 + x3 + x4 അല്ലെ? 4ഉം കൂടി നമ്മൾ ആഡ് ചെയ്തു ബൈ എത്ര ഉണ്ട്? 4 എണ്ണം അല്ലെ? ബൈ 4. ഇവിടെ ചെയ്ത അതേപോലെ തന്നെ ഇവിടെ 3 ആയിരുന്നു ബൈ 3 അല്ലെ? അപ്പൊ ഇവിടെ 4 എണ്ണം ഉണ്ട് ബൈ 4. ഇനി നമുക്ക് ഇതേപോലെ തന്നെ അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് ഈവൺ നമ്പർ ആണെങ്കിൽ നോക്കിയാൽ ശ്രദ്ധിക്കാം, x1 x2 x3 x4. അപ്പൊ ഇവിടെ 4 എണ്ണം ഉണ്ട് അല്ലേ? ഇങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ നടുവിൽ 2 എണ്ണം തമ്മിൽ ആഡ് ചെയ്യുന്നതും ഈ അറ്റത്തെ 2 തമ്മിൽ ആഡ് ചെയ്യുന്നതും എന്തായിരിക്കും? തുല്യമായിരിക്കും നമുക്കറിയാം അല്ലേ? നടുവിലെ 2 ടേമുകൾ തമ്മിൽ ആഡ് ചെയ്യുന്ന അതേ സംഖ്യ തന്നെയായിരിക്കും ഈ 2 അറ്റത്തെ അല്ലെ ഇപ്പുറത്തുള്ള 2 സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്താൽ 2 ടേമുകൾ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇത് തമ്മിൽ ആഡ് ചെയ്യുന്നത് തന്നെയായിരിക്കും ഇത് തമ്മിൽ ആഡ് ചെയ്താലും കിട്ടുക അല്ലെ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? x2 + x3 അതെന്തിന് തുല്യമായിരിക്കും? x1 + x4 അല്ലെ? ഇത് ആഡ് ചെയ്താൽ എന്താണ് കിട്ടുന്നത് അത് തന്നെയായിരിക്കും ഇത് തമ്മിൽ ആഡ് ചെയ്താൽ കിട്ടുക. അതായത് ഇതിന്റെ സമ്മ് ശ്രദ്ധിക്കുക, ഇതിന്റെ സം എത്രയായിരിക്കും? ഒന്നുകിൽ നമുക്ക് 4ഉം കൂടി ആഡ് ചെയ്യണം, അതല്ലെങ്കിൽ നോക്കിയാൽ ഇതിനെ അല്ലെ ഇത് തമ്മിൽ ആഡ് ചെയ്തതിനെ നമ്മൾ 2 കൊണ്ട് ഗുണിച്ചാൽ മതി, അതല്ലെങ്കിൽ ഇവ തമ്മിൽ ആഡ് ചെയ്ത് കിട്ടുന്ന ഉത്തരത്തെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലെ? കാരണം എന്താ? ഇതും ഈക്വൽ ആണ് അല്ലെ? അപ്പൊ നമുക്ക് ഇതിന്റെ മൊത്തം സമ്മ് കിട്ടാൻ നാം എന്ത് ചെയ്താൽ മതി? ഇതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലെ? അതായത് 2 × x2 + x3. അപ്പൊ ഇതിനെ ഈ കിട്ടിയതിനെ നമ്മൾ 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സമ്മ് നമുക്ക് കിട്ടും അല്ലെ? അപ്പൊ നമുക്ക് ഇതിന് പകരം നോക്കിയാൽ മീൻ നമുക്ക് എന്ത് എഴുതാം? x1 + x2 + x3 + x4. അതിന് പകരം നമുക്ക് എന്ത് എഴുതാം? 2 × x2 + x3 എന്ന് എഴുതിക്കൂടെ? 2 × x2 + x3 അങ്ങനെ എഴുതാം. ക്ലിയർ ആയില്ലേ? ഓക്കെ, ബൈ എന്ത് 4. ഇനി നോക്കിയാൽ ഇവിടെ 2 ഉണ്ട്, ഇവിടെ 4 2 പ്രാവശ്യം അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? x2 + x3 / 2 എന്ന് കിട്ടി. എന്ത്? മീൻ കിട്ടി അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ നമ്പർ ഓഫ് ടേംസ് ഈവൺ, അതായത് ഇരട്ട സംഖ്യ. ഇപ്പൊ 4 എണ്ണം നമ്മൾ എടുത്തു. അപ്പൊ 4 എണ്ണം ആണെങ്കിൽ ഇതിന്റെ ഈ മീൻ എന്ത് കിട്ടും നമുക്ക്? x2 + x3 / 2 അല്ലെ? ഇതാണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് ഇതിന്റെ മീഡിയൻ ഒന്ന് കണ്ടു നോക്കാം. ഇതിന്റെ മീഡിയൻ
അതായത് നമ്പർ ഓഫ് ടേംസ് ഈവൺ ആണെങ്കിൽ അല്ലേ, ഇരട്ട സംഖ്യ 4 എണ്ണോ അല്ലെങ്കിൽ 6 എണ്ണോ ഒക്കെ വരികയാണെങ്കിൽ ഇതിന്റെ മീഡിയൻ എന്തായിരിക്കും? നമുക്കറിയാം ഇത് ഓർഡറിൽ എഴുതിയല്ലേ. ഇപ്പോൾ ഇത് ഓർഡറിലാണ് എടുക്കുന്നത്, x1 x2 x3 x4 ഇങ്ങനെ ഓർഡറിൽ എഴുതുന്നു അല്ലേ, അസെൻഡിങ് ഓർഡറിൽ നിങ്ങൾ എഴുതുന്നു. ഇനി ഇതിന്റെ നടുവിൽ അല്ലേ, ഇവിടെ 4 എണ്ണം ഉണ്ട്. അപ്പൊ എന്താ വരും? നമുക്കറിയാം 2 എണ്ണം വരും അല്ലേ. 4 എണ്ണം ആകുമ്പോൾ 2 എണ്ണം നടുവിൽ വരും. ഏതൊക്കെയാണ് 2 എണ്ണം വരാം? ഇത് 2 നടുവിൽ വരാം അല്ലേ. അപ്പൊ ഇങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? തമ്മിൽ ആഡ് ചെയ്തിട്ട് /2 അല്ലേ, ഇതിന്റെ എന്ത് എടുക്കണം? ആവറേജ് നമ്മൾ എടുക്കും അല്ലേ. അതായത് ഇതേ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? മിഡിൽ 2 എണ്ണം ഉണ്ട്, അതുകൊണ്ട് നമുക്ക് x2ഉം x3യും തമ്മിൽ ആഡ് ചെയ്യണം /2. അപ്പൊ ഇതിന്റെ മീഡിയൻ എന്തായിരിക്കും കിട്ടുക? നടുവിലുള്ള ഈ 2 ടേമുകളും കൂടി കൂട്ടുക, എന്നിട്ട് അതിന്റെ /2 അല്ലെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് മീൻ എന്താ കിട്ടിയത്? x2 + x3/2. ഇവിടെ മീഡിയൻ എന്താ കിട്ടിയത്? x2 + x3/2 അല്ലെ. അതായത് ഇത് രണ്ടും എന്താണ്? സെയിം തന്നെയാണ് അല്ലെ. അതായത് ഒരു അരിതമെറ്റിക് സീക്വൻസിലെ അത് നമ്പർ ഓഫ് ടേംസ് ഓഡ് ആയാലും ഈവൺ ആയാലും എപ്പോഴും മീഡിയനും അതുപോലെ തന്നെ മീനും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.